ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ലൈംഗിക ഉദ്ദേശത്തോടെ സമീപിച്ചു, വിവാഹാഭ്യർത്ഥന നടത്തി, പിന്നീട് പിന്മാറി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി മറ്റൊരു യുവതി രംഗത്ത്. ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ രാഹുൽ മാങ്കൂട്ടത്തിൽ സമീപിച്ചുവെന്ന് ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള യുവതി ആരോപിച്ചു. ആദ്യം വിവാഹാഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്നും പിന്മാറി. സമ്മർദ്ദം ചെലുത്തിയാൽ ആത്മഹത്യ ചെയ്യും എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടിയെന്ന് യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതിപ്പെടുമെന്ന് അറിയിച്ചപ്പോൾ ഐ ഡോണ്ട് കെയർ ഹൂ കെയർസ് എന്നായിരുന്നു മറുപടിയെന്നും യുവതി വെളിപ്പെടുത്തി. 2023 എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ആദ്യം ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചു, ശേഷം നമ്പർ വാങ്ങി, പിന്നാലെ ടെലിഗ്രാമിലൂടെ മെസ്സേജ് അയക്കുവാൻ തുടങ്ങി. ടൈമർ സെറ്റ് ചെയ്തായിരുന്നു മെസ്സേജ് അയച്ചിരുന്നത്. എല്ലാ ദിവസവും മെസ്സേജ് ചെയ്യുമായിരുന്നു. പിന്നീട് എനിക്ക് നിന്നോട് ആദ്യം മുതലേ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ലൈംഗിക ഉദ്ദേശത്തോടെ പലതവണ സംസാരിച്ചു, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. ആദ്യം വിവാഹാഭ്യർത്ഥന നടത്തിയ രാഹുൽ പിന്നീട് അതിൽ നിന്നും പിന്മാറി, പെൺകുട്ടി പറയുന്നു. ജനപ്രതിനിധിയാകുന്നതിന് മുൻപാണ് ദുരനുഭവം നേരിട്ടത് എന്നും യുവതി പറഞ്ഞു. 2 മാസം മുൻപ് വരെ രാഹുൽ മെസ്സേജ് അയച്ചുവെന്നും യുവതി പറയുന്നു. ഇരകൾ ഏറെയുണ്ടെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് വെളിപ്പെടുത്തുവാൻ തീരുമാനിച്ചത്. രാഹുലിന് രാഷ്ട്രീയ സ്വാധീനമുള്ളതിനാൽ പരാതിയുമായി താൻ ആരെയും സമീപിച്ചിട്ടില്ല. എല്ലാ കാലത്തും എല്ലാം മൂടിവെക്കുവാൻ കഴിയില്ല, സത്യം പുറത്തുവരും. രാഹുലിൽ നിന്നും ദുരനുഭവം നേരിട്ട മറ്റാളുകളെയും അറിയാം, യുവതി പറഞ്ഞു. ഡൽഹി മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം, പ്രതി രാജേഷ് കിംചിയുടെ സുഹൃത്തും പിടിയിൽ. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്കെതിരായ ആക്രമണത്തിൽ പ്രതി രാജേഷ് കിംചിയുടെ സുഹൃത്തും പിടിയിൽ. രാജേഷിന് പണം നൽകിയത് ഇയാളെന്ന് പോലീസ് പറയുന്നു. കേസിൽ രാജേഷ് കിംചിയുമായി ബന്ധപ്പെട്ട 10 പേരും നിരീക്ഷണത്തിലാണ്. സംശയിക്കുന്ന ഒരാളെ ഇന്ന് ഡൽഹിയിൽ എത്തിച്ച് ചോദ്യം ചെയ്യും. രാജ്കോട്ടിലുള്ള ഡൽഹി പോലീസ് സംഘം 5 പേരുടെ മൊഴി രേഖപ്പെടുത്തും. രാജേഷിന്റെ മൊബൈൽ പരിശോധിച്ചതിൽ നിന്നാണ് ഇവരെക്കുറിച്ചുള്ള വിവരം കിട്ടിയത്. ഔദ്യോഗിക വസതിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് പരാതി നൽകുവാൻ എന്ന വ്യാജേന എത്തിയ ആൾ മുഖ്യമന്ത്രിയെ ആക്രമിച്ചത്. ഗുജറാത്ത് സ്വദേശി രാജേഷ് കിംചിയെ പോലീസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. തെരുവ് നായ്ക്കളെ കൂട്ടിലടയ്ക്കുവാൻ സുപ്രീംകോടതി ഉത്തരവിട്ടതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു. 41-കാരനായ രാജേഷ് കിംചിയുടെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇയാൾക്ക് തെരുവ് നായ്ക്കളോട് അടങ്ങാത്ത സ്നേഹമാണെന്നും അടുത്തിടെ ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ കൂട്ടിലടയ്ക്കുവാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് രാജേഷിനെ വേദനിപ്പിച്ചിരുന്നുവെന്നും മാതാവ് പോലീസിനോട് പറഞ്ഞു. കൊച്ചിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സുരക്ഷാ ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തി അസിസ്റ്റന്റ് കമാൻഡന്റിനെതിരെ നടപടിക്ക് ശുപാർശ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സുരക്ഷാ ഡ്യൂട്ടിക്ക് മദ്യപിച്ചെത്തി അസിസ്റ്റന്റ് കമാൻഡന്റിന് നടപടിക്കായി ശുപാർശ. കമാൻഡന്റ് സുരേഷിനെതിരെയാണ് നടപടിക്ക് ശുപാർശ. ഇന്നലെ വിമാനത്താവളത്തിലെ ഡ്യൂട്ടിക്കാണ് മദ്യപിച്ചെത്തിയത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇയാളെ തിരിച്ചയച്ചു. നേരത്തെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥനും നെടുമ്പാശ്ശേരിയിൽ മദ്യപിച്ചെത്തിയിരുന്നു. പാലക്കാട് AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചില്ല. ഇതിനിടെയാണ് വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെത്തിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിലെത്തി. ഇന്നലെ രാത്രിയോടെയാണ് കൊച്ചി വിമാനത്താവളത്തിൽ എത്തിയത്. ഇന്ന് രാവിലെ എറണാകുളത്ത് നടക്കുന്ന BJP സംസ്ഥാന നേതൃയോഗം അമിത് ഷാ ഉദ്ഘാടനം ചെയ്യും. ഇതിനൊപ്പം ചില സ്വകാര്യ സംഘടനകളുടെ പരിപാടികളിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുക്കും. സ്ഥലം പാലക്കാട്, വില 000. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിൽപ്പനയ്ക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ OLXൽ വിൽപ്പനയ്ക്ക് വച്ച് PP ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ OLXൽ വിൽപ്പനയ്ക്ക് വച്ച് PP ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. കേരള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിൽപ്പനയ്ക്ക്. കർമ്മ എന്നാണ് PP ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചത്. കേരള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വിൽപ്പനയ്ക്ക്, സെക്കൻഡ് ഹാൻഡ്, സ്ഥലം പാലക്കാട്, വില 000 എന്ന കുറിപ്പോടെ രാഹുലിന്റെ ഫോട്ടോ അടങ്ങിയ പോസ്റ്ററും ഫേസ്ബുക്കിൽ പങ്കുവച്ചു. രാഹുലിന്റെ രാജിക്ക് പിന്നാലെയാണ് PP ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്.
പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലായിരുന്നു കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയ്ക്കെതിരെ ആരോപണമുയർന്നത്. ഈ സമയത്ത് PP ദിവ്യയ്ക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആഞ്ഞടിച്ചിരുന്നു. അധികാരത്തിന്റെ അഹന്തയിൽ പച്ചജീവനെ കൊന്നുവെന്നായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ദിവ്യയെ പാർട്ടി സംരക്ഷിക്കപ്പെടുന്നുവെന്നും ആരോപിച്ചിരുന്നു. യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ച വിഷയത്തിൽ ഉയർന്ന വിവാദങ്ങളെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവച്ചിരുന്നു. പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടല്ല രാജിയെന്നും വിഷയത്തിൽ ധാർമ്മികതയുടെ പുറത്താണ് രാജിവെക്കുന്നതെന്നും രാഹുൽ പറഞ്ഞു. അടൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലായിരുന്നു രാജി പ്രഖ്യാപനം. പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും ആരോപിച്ച് നടി റിനി ആൻഡ് ജോർജ് ആണ് ബുധനാഴ്ച രാഹുലിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത്. ആരുടെയും പേര് പറയാതെയായിരുന്നു ആരോപണങ്ങൾ എങ്കിലും പാർട്ടി ഗ്രൂപ്പുകളിൽ രാഹുലിന്റെ പേര് പരാമർശിച്ച് തന്നെയാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ച 4 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 4 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു. രോഗബാധയെ തുടർന്ന് മരിച്ച താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ സഹോദരൻ, ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമായ കുഞ്ഞ്, അന്നശ്ശേരി സ്വദേശിയായ 49-കാരൻ, ചേളാരി സ്വദേശിയായ 11-കാരി എന്നിവരാണ് ചികിത്സയിലുള്ളത്. രോഗം മൂലം മരിച്ച താമരശ്ശേരിയിലെ 4ാം ക്ലാസ്സുകാരിയുടെ മറ്റൊരു സഹോദരൻ രോഗലക്ഷണങ്ങളുമായും ചികിത്സയിലുണ്ട്. ഇതോടെ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. ഇന്നലെയാണ് താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച 4ാം ക്ലാസ്സുകാരിയുടെ സഹോദരന് രോഗം സ്ഥിരീകരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വര രോഗലക്ഷണങ്ങളുടെ 2 ദിവസമായി 7 വയസ്സുകാരൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ആദ്യ പരിശോധനയിൽ ഫലം നെഗറ്റീവായിരുന്നു. എന്നാൽ രോഗലക്ഷണങ്ങൾ തുടർന്ന സാഹചര്യത്തിലാണ് വീണ്ടും പരിശോധന നടത്തിയത്. ഇന്നലെ രാവിലെയാണ് രോഗം സ്ഥിരീകരിച്ചത്. അമയ കുളിച്ച അതേ കുളത്തിൽ ഈ കുട്ടിയും കുളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ബിസിനസ് വഞ്ചന കേസ്. ഡൊണാൾഡ് ട്രംപിന് മേൽ പിഴ ചുമത്തിയ വിധി റദ്ദാക്കി ന്യൂയോർക്ക് അപ്പീൽ കോടതി. ബിസിനസ് വഞ്ചന കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ പിഴ ചുമത്തിയ വിധി റദ്ദാക്കി ന്യൂയോർക്ക് അപ്പീൽ കോടതി. സ്വത്തുക്കളുടെ മൂല്യം പെരുപ്പിച്ചു കാണിച്ചതിന് ട്രംപിനും 2 മക്കൾക്കുമെതിരെ കീഴ്ക്കോടതി $500 ദശലക്ഷം ചുമത്തിയിരുന്നത്. ഡൊണാൾഡ് ട്രംപ് തന്റെ സമ്പത്ത് പെരുപ്പിച്ചു കാണിച്ചുവെന്നാരോപിച്ച് ന്യൂയോർക്ക് സ്റ്റേറ്റ് നൽകിയ കേസിലാണ് വിധി. 5 പേരടങ്ങുന്ന ജഡ്ജിംഗ് പാനലാണ് വിധി തീരുമാനിച്ചത്. ട്രംപിനെതിരെ ചുമത്തിയ $515 മില്യൺ വളരെ കൂടുതലാണെന്നാണ് പാനലിന്റെ വിലയിരുത്തൽ. ഇൻഷുറൻസ് കമ്പനികൾക്കും വായ്പാ സ്ഥാപനങ്ങൾക്കും നൽകിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ട്രംപിന്റെ കമ്പനിയായ ട്രംപ് ഓർഗനൈസേഷൻ അവരുടെ ആസ്തി പെരുപ്പിച്ചു കാണിച്ചു എന്നാണ് പരാതി. കഴിഞ്ഞ വർഷമാണ് ട്രംപിനെയും അദ്ദേഹത്തിന്റെ ട്രംപ് ഓർഗനൈസേഷനെയും കുറ്റക്കാരായി കണ്ടെത്തിയത്. ഡൊണാൾഡ് ട്രംപ് മക്കളായ ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, എറിക് ട്രംപ് എന്നിവർക്കെതിരെയായിരുന്നു നീക്കം. സ്റ്റേറ്റ് ഫയൽ ചെയ്ത കേസിൽ എതിർകക്ഷികളായ ട്രംപ് ഓർഗനൈസേഷൻ ന്യൂയോർക്ക് സ്റ്റേറ്റിന് ഏകദേശം $500 ബില്യൺ നൽകണമെന്ന് നിർദ്ദേശിക്കുന്ന കോടതിയുടെ ഉത്തരവ് അമേരിക്കൻ ഭരണഘടനയുടെ 8ാം ഭേദഗതിയെ ലംഘിക്കുന്ന അമിതമായ പിഴയാണ് എന്നാണ് കോടതി വിലയിരുത്തിയത്. അമേരിക്കയുടെ വിജയം എന്നാണ് ഈ വിധിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ട്രംപ് പ്രതികരിച്ചത്. താൻ അധികാരത്തിൽ വീണ്ടും വരുന്നത് തടയുവാനുള്ള രാഷ്ട്രീയ പ്രേരിതമായ കേസായിരുന്നു ഇതെന്നും ട്രംപ് പറയുന്നു. യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലി. നോമിനികളെ മുന്നോട്ട് വച്ച് KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും MK രാഘവനും. രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിഞ്ഞതോടെ യൂത്ത് കോൺഗ്രസിൽ പുതിയ അധ്യക്ഷനായി നേതാക്കളുടെ പിടിവലി. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും MK രാഘവനും നോമിനികളെ മുന്നോട്ട് വച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുവാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ആലോചന. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി ബിനു ചുള്ളിയലിനെ നിയോഗിക്കണം എന്നാണ് KC വേണുഗോപാലിന്റെ ആവശ്യം. ബിനു ചുള്ളിയലിനായി സമൂഹമാധ്യമങ്ങളിലൂടെ ക്യാമ്പയിനും ആരംഭിച്ചു. മുൻപ് പല സമയങ്ങളിലും അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ത്യജിച്ചവരാണ് ബിനു ചുള്ളിയിൽ എന്ന നിലയിലാണ് ക്യാമ്പയിൻ. മുംബൈ രഞ്ജി ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞ് അജിങ്ക്യ രഹാനെ. പുതിയ നായകനെ തേടേണ്ട സമയമെന്ന് കുറിപ്പ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് പുതിയ സീസൺ ആരംഭിക്കാനിരിക്കെ മുംബൈ ടീമിന്റെ ക്യാപ്റ്റൻസിയിൽ നിന്നും അപ്രതീക്ഷിതമായി പിന്മാറി ഇന്ത്യൻ താരം അജിങ്ക്യ രഹാനെ. പുതിയൊരു നായകനെ കണ്ടെത്തേണ്ട സമയമാണിതെന്നും മുംബൈ ക്രിക്കറ്റ് അസോസിയേഷന് നന്ദിയെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം പറയുന്നു. മുംബൈ ടീമിനൊപ്പം ക്യാപ്റ്റനായതും ചാമ്പ്യൻഷിപ്പുകൾ നേടിയതും ഒരു വലിയ ബഹുമതിയാണ്. പുതിയൊരു ആഭ്യന്തര സീസൺ വരാനിരിക്കുന്നതിനാൽ
പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തുവാനുള്ള ശരിയായ സമയമാണിതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ ഞാൻ ക്യാപ്റ്റൻസി റോളിൽ തുടരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഇത്തരത്തിലാണ് എക്സിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഒരു കളിക്കാരനെന്ന നിലയിൽ പരമാവധി നൽകുവാൻ താൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധനാണെന്നും കൂടുതൽ ട്രോഫികൾ നേടുവാൻ തങ്ങളെ സഹായിക്കുന്നതിന് മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ അടക്കം നന്ദി പറഞ്ഞുമാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.